ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് എടുക്കുന്നത് SSC RRB കെമിസ്ട്രി ടോപ്പിക്കാണ്. കെമിസ്ട്രിയിലെ SSC RRB എക്സാമിന് ചോദിക്കുന്ന കെമിസ്ട്രിയിലെ ടോപ്പിക്കായ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമുക്കിതിൽ ഈ ടോപ്പിക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യം. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, രസതന്ത്രം നിത്യജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ പോളിമേഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം പോളിമേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മോണോമേഴ്സ് കൊണ്ടാണ്. ഒരു ആൻസർ വരെ ഏതാണ്? മോണോമേഴ്സ്. ഏതാണ് മോണോമേഴ്സ്? എന്താണ് മോണോമേഴ്സ്? മോണോമേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ മോളിക്യൂൾസ്. മോണോമേഴ്സ് എന്താണ്? ചെറിയ മോളിക്യൂൾസ് ആണ് അല്ലേ? ചെറിയ മോളിക്യൂൾസ് ആണ് മോണോമേഴ്സ്. ഈ മോണോമേഴ്സ് ഇങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാവും. ആ കോംപ്ലക്സ് മോളിക്യൂൾ ആണ് ഏത്? പോളിമർ. ഏതാണ്? പോളിമർ. അപ്പോൾ മോണോമേഴ്സ് കൂടി ചേർന്നുണ്ടാകുന്ന ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ആണ് ഏത്? പോളിമർ. മോണോമേഴ്സ് എന്ന് പറഞ്ഞ അതായത് കോംപ്ലക്സ് അല്ലാത്ത സിമ്പിൾ മോളിക്യൂൾസ് കൂടി ചേർന്നുണ്ടാകുന്ന ഒരു വലിയ മോളിക്യൂൾ, ഒരു വലിയ തന്മാത്ര അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ്, അതായത് വലിയ തന്മാത്രകളുടെ ഒരു കൂട്ടം അല്ലേ? അതാണ് എന്ത്? പോളിമേഴ്സ്. അപ്പോൾ പോളിമർ ഉണ്ടാകുന്നത് എന്ത് കൂടി ചേർന്നിട്ടാണ്? മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ്. ഇതിൽ തന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മോണോമേഴ്സ് കൂടിച്ചേർന്ന് പോളിമർ ആകുന്ന പ്രോസസ്സ്, മോണോമേഴ്സ് കൂടിച്ചേർന്ന് പോളിമർ ആകുന്ന പ്രോസസ്സിനെ പറയുന്ന പേര്, അതിന് നമ്മൾ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. എന്താണ് നമ്മൾ പറയുക? പോളിമറൈസേഷൻ. അപ്പോൾ മോണോമേഴ്സ് കൂടിച്ചേർന്ന് പോളിമർ ആകുന്ന പ്രോസസ്സാണ്. മോണോമേഴ്സ് കൂടിച്ചേർന്ന് പോളിമർ ആകുന്ന പ്രോസസ്സാണ് ഏത്? Polymerization. What is polymerization? Monomers are combined together to form polymer is called polymerization. Monomers കൂടി ചേർന്ന് പോളിമർ ആകുന്ന പ്രോസസ് ആണ് എന്ത്? പോളിമറൈസേഷൻ. എന്താണ് പോളിമറൈസേഷൻ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, പോളിമേഴ്സ് ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്? മോണോമേഴ്സ് എന്നാണ്. മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകും? പോളിമർ ഉണ്ടാകും. ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? പോളിമറൈസേഷൻ. ഓക്കെ, മോണോമേഴ്സ് കൂടി ചേർന്ന് പോളിമർ ആകുന്ന പ്രോസസ്സാണ് എന്ത്? പോളിമറൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോണോമർ ഓഫ് PVC? വാട്ട് ഈസ് ദി മോണോമർ ഓഫ് PVC? PVC അല്ലേ? PVCയുടെ മോണോമർ ഏതാണെന്ന്? വാട്ട് ഈസ് PVC? PVC മീൻസ് പോളിവിനൈൽ ക്ലോറൈഡ്. PVC പോളിവിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡ്. നമുക്കറിയാം PVC ഒരു പോളിമറാണ്. PVC പോളിമറാണ്. PVC പ്ലാസ്റ്റിക് ആണ്. PVC എന്ന തെർമോപ്ലാസ്റ്റിക് നിർമ്മിച്ചിരിക്കുന്ന പോളിമറാണ് ഏത്? പോളിവിനൈൽ ക്ലോറൈഡ്. PVC എന്ന പോളിമർ. PVC തെർമോപ്ലാസ്റ്റിക് ആണ്. PVC പോളിമർ ആണ് അല്ലേ? ഇപ്പോൾ പ്ലാസ്റ്റിക് നിർമ്മിച്ചിരിക്കുന്ന PVC എന്ന PVC പ്ലാസ്റ്റിക് ആണ്. PVC പോളിമർ ആണ്. അപ്പോൾ PVC എന്ന പോളിമർ, അതിൻ്റെ പേരെന്താണ്? ആ പോളിമറിൻ്റെ പേരാണ് പോളിവിനൈൽ ക്ലോറൈഡ്. PVC എന്ന പോളിമറിൻ്റെ പേര് പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മോണോമർ ഏതായിരിക്കും? മോണോമർ വിനൈൽ ക്ലോറൈഡ്. ഏതാണ്? വിനൈൽ ക്ലോറൈഡ്. ഒരുപാട് വിനൈൽ ക്ലോറൈഡുകൾ ചേർന്ന് ക്ലോറൈഡുകൾ എന്ന മോണോമേഴ്സ് കൂടി ചേർന്നുണ്ടായ ഒരു കോംപ്ലക്സ് മോളിക്യൂളാണ് ഏത്? PVC. വിനൈൽ ക്ലോറൈഡ് എന്ന ഒരുപാട് വിനൈൽ ക്ലോറൈഡുകൾ, അതായത് മോണോമർ ആണ് ഏത്? വിനൈൽ ക്ലോറൈഡ്. അപ്പോൾ ഒരുപാട് വിനൈൽ ക്ലോറൈഡുകൾ കൂടിച്ചേർന്ന ഒരു കോംപ്ലക്സ് മോളിക്യൂളാണ് ഏത്? PVC. അതായത് വിനൈൽ ക്ലോറൈഡ് എന്ന മോണോമേഴ്സ് കൂടിച്ചേർന്ന ഒരു പോളിമറാണ് എന്ത്? PVC. അപ്പോൾ PVCയുടെ മോണോമർ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്?
വിനൈൽ ക്ലോറൈഡ്. ഏതാണ്? വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, PVC പോളിമറാണ്. അപ്പൊ അതിന്റെ മോണോമർ ഏതാണ്? വിനൈൽ ക്ലോറൈഡ്. അതുപോലെ തന്നെ കുറച്ച് മോണോമേഴ്സ് നമ്മൾ ഓർത്ത് വെക്കണം. നമ്മളോട് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദ മോണോമർ ഓഫ് റബ്ബർ? വാട്ട് ഈസ് ദി മോണോമർ ഓഫ് റബ്ബർ? റബ്ബറിന്റെ മോണോമർ ഏതാണ്? റബ്ബറിന്റെ മോണോമർ. റബ്ബറിന്റെ മോണോമർ. റബ്ബറിന്റെ മോണോമർ ഏതാണെന്ന് ചോദിക്കും. റബ്ബർ എന്ത് പോളിമറാണ്? റബ്ബർ നാച്ചുറൽ പോളിമറാണ്. അതായത് ഇലാസ്തികതയുള്ള പോളിമറാണ് റബ്ബർ. പ്രകൃതിയിൽ നിന്ന് കിട്ടും റബ്ബർ പാല്, ലാറ്റക്സ് അല്ലേ. അപ്പം റബ്ബർ ഒരു നാച്ചുറൽ പോളിമറാണ്. റബ്ബർ നാച്ചുറൽ പോളിമറാണ്. അപ്പൊ അതിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. ഏതാണ്? ഐസോപ്രീൻ. റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. ഓക്കെ, പിന്നെ നമ്മൾ ചോദിക്കുന്ന സാധനമാണ് പോളിത്തീൻ. പോളിത്തീൻ. പോളിത്തീൻ ഒരു പോളിമറാണ്. പോളിത്തീൻ ഒരു പോളിമറാണ് അല്ലേ. പോളിത്തീൻ എന്ന പോളിമർ നമുക്കറിയാം. പോളിത്തീൻ്റെ കവറുകളുണ്ട്. പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ അല്ലേ. പോളിത്തീൻ പ്ലാസ്റ്റിക് ആണ്. അതായത് പ്ലാസ്റ്റിക് ആയ പോളിമറാണ് ഇത് പോളിത്തീൻ. അപ്പോൾ പോളിത്തീൻ എന്തൊക്കെ ഉണ്ട്? കവറുകളുണ്ട്, ഷീറ്റുകളുണ്ട്. അപ്പോൾ പോളിത്തീൻ ഒരു പോളിമറാണ് അല്ലേ. എന്ത് പോളിമറാണ്? രൂപമാറ്റം വരുത്താവുന്ന ഒരു പോളിമറാണ് പോളിത്തീൻ. അതായത് പ്ലാസ്റ്റിക് അല്ലേ. പ്ലാസ്റ്റിക് ആയ പോളിമറാണ് ഇത് പോളിത്തീൻ. അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? രൂപമാറ്റം വരുത്താം. കാരണം അത് തെർമോ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഈ പോളിത്തീൻ്റെ മോണോമർ ചോദിച്ചാൽ, നമ്മൾ ഏത് എഴുതണം? എത്തിലീൻ. ഏത് എഴുതണം? എത്തിലീൻ. അപ്പൊ പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? എത്തിലീൻ. പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? എത്തിലീൻ. ഓക്കെ, റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? എത്തിലീൻ. അതുപോലെ തന്നെയുള്ള ഒരു പോളിമറാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഒരു പോളിമറാണ് അല്ലേ. നാച്ചുറൽ പോളിമറാണ് പ്രോട്ടീൻ. ജന്തുക്കളിൽ കാണപ്പെടുന്ന നാച്ചുറൽ പോളിമറാണ് ഏത്? പ്രോട്ടീൻ. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമിനോ ആസിഡ്. ഏതാണ്? അമിനോ ആസിഡ്. അപ്പോൾ പ്രോട്ടീൻ്റെ മോണോമർ ഏതാണ്? അമിനോ ആസിഡ്. പ്രോട്ടീൻ്റെ മോണോമർ ഏതാണ്? അമിനോ ആസിഡ്. പ്രോട്ടീൻ പോളിമറാണ്. അപ്പൊ അതിന്റെ മോണോമറാണ് ഏത്? അമിനോ ആസിഡ്. ഏതാണ്? അമിനോ ആസിഡ്. അപ്പൊ റബ്ബർ നാച്ചുറൽ പോളിമറാണ്. അതിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. പോളിത്തീൻ പ്ലാസ്റ്റിക് ആണ്, തെർമോ പ്ലാസ്റ്റിക് ആണ്. അത് പോളിത്തീൻ പോളിമറാണ്. അതിന്റെ മോണോമർ എത്തിലീൻ. ഏതാണ്? എത്തിലീൻ. പ്രോട്ടീൻ ഒരു പോളിമറാണ്, നാച്ചുറൽ പോളിമറാണ്. ജന്തുക്കളിൽ കാണുന്ന പോളിമറാണ് ഏത്? പ്രോട്ടീൻ. അതിന്റെ മോണോമർ ഏതാണ്? അമിനോ ആസിഡ്. ഏതാണ്? അമിനോ ആസിഡ്. അപ്പം കുറച്ച് പോളിമറുകളും അതിന്റെ മോണോമേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കുറച്ച് പോളിമേഴ്സും അതിന്റെ മോണോമേഴ്സും എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ PVC പോളിമറാണ്. അതിന്റെ മോണോമർ ഏതാണ്? വിനൈൽ ക്ലോറൈഡ്. റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. പോളിത്തീന്റെ മോണോമർ എത്തിലീൻ. പ്രോട്ടീന്റെ മോണോമർ ഏതാണ്? അമിനോ ആസിഡ്. ഓക്കെ, അപ്പം മോണോമേഴ്സ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പിന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും നോക്കാം. ഓക്കെ, നമുക്ക് നാച്ചുറൽ പോളിമേഴ്സ് കുറച്ച് നമ്മൾ പഠിച്ചു വെക്കണം. നാച്ചുറൽ പോളിമേഴ്സിന് കുറച്ച് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നാച്ചുറൽ പോളിമേഴ്സ് അല്ലേ. പോളിമേഴ്സ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്, സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട്. നാച്ചുറൽ പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്. പോളിമേഴ്സ് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ? നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്, സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട്, സെമി സിന്തറ്റിക് പോളിമേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ പോളിമേഴ്സ് 3 തരത്തിലാണ് നമ്മൾ കാണുക. ഏതൊക്കെയാ? നാച്ചുറൽ പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സ് ആണ് നാച്ചുറൽ പോളിമേഴ്സ്. സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ് ആണ് ഏത്? സിന്തറ്റിക് പോളിമേഴ്സ്. സെമി സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാച്ചുറലും കുറച്ച് ആർട്ടിഫിഷ്യലോട് കൂടി ചേർന്ന പോളിമേഴ്സ് ആണ് ഇത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അപ്പോൾ പോളിമേഴ്സ് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ? നാച്ചുറൽ പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അപ്പൊ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോളിമറാണ് ഇത്? നാച്ചുറൽ പോളിമേഴ്സ്. അപ്പൊ കുറച്ച് എക്സാമ്പിൾ നാച്ചുറൽ പോളിമേഴ്സിന് നമുക്ക് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് നാച്ചുറൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സ് ഏതൊക്കെയാണ്?
നാച്ചുറൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സ് വൂള്, വൂൾ അല്ലെ, കോട്ടൺ, ലിനൻ, വൂള്, കോട്ടൺ, ലിനൻ, സെല്ലുലോസ്, സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്റ്റാർച്ച്, കൈറ്റിൻ, സിൽക്ക്, സിൽക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ റബ്ബർ, റബ്ബർ അല്ലെ. ഇതൊക്കെ എന്ത് പോളിമറാണ്? ലിഗ്നിൻ. ഇതൊക്കെ എന്ത് പോളിമറാണ്? നാച്ചുറൽ പോളിമേഴ്സ് ആണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സ് ആണ്. അപ്പൊ നാച്ചുറൽ പോളിമേഴ്സ് ഏതൊക്കെ വരും? വൂള്, കോട്ടൺ, ലിനൻ, സെല്ലുലോസ്, സ്റ്റാർച്ച്, കൈറ്റിൻ, സിൽക്ക്, റബ്ബർ, ലിഗ്നിൻ. ഇതൊക്കെ എന്താണ്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ പോളിമേഴ്സ് ആണ് അല്ലെ. മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ല, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ പോളിമേഴ്സ് അല്ലെ. വൂള്, കമ്പിളി, കോട്ടൺ, പരുത്തി, ലിനൻ, ചണം, സെല്ലുലോസ്, പ്ലാന്റ്സിന്റെ സെൽവാള് നിർമ്മിച്ചിരിക്കുന്നതാണ് എന്ത്? സെല്ലുലോസ്, സ്റ്റാർച്ച്, കൈറ്റിൻ, സിൽക്ക്, റബ്ബർ, ലിഗ്നിൻ അല്ലെ. ഇതൊക്കെ എന്ത് പോളിമറാണ്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സിൽക്ക് അല്ലെ. പെട്ടെന്ന് സിൽക്ക് എന്നാണ് നമുക്ക് സിൽക്ക് കിട്ടുന്നത്. റബ്ബർ, ലാറ്റക്സ്, റബ്ബർ പാലിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? റബ്ബർ കിട്ടും. അപ്പൊ കൈറ്റിൻ, ജീവികളുടെ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നതാണ് എന്ത്? ഷെല്ലില്ലേ, ഷെല്ല് നിർമ്മിച്ചിരിക്കുന്നതാണ് കൈറ്റിൻ അല്ലെ. ലിഗ്നിൻ, അതായത് പ്ലാന്റ്സിന്റെ സെല്ലിന്, അതായത് പിന്നെ പ്ലാന്റ്സിന്റെ സ്ട്രക്ചറിന്, സെൽവാൾസിനൊക്കെ സ്ട്രെങ്ത് കൊടുക്കുന്നതാണ് എന്ത്? ലിഗ്നിൻ അല്ലെ. ഇതൊക്കെ എന്ത് പോളിമറാണ്? നാച്ചുറൽ പോളിമേഴ്സ് ആണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സ് ആണ്. നമ്മൾ കുറച്ച് നാച്ചുറൽ പോളിമേഴ്സ് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ്, മനുഷ്യൻ നിർമ്മിക്കുന്ന പോളിമേഴ്സ്. ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ്, ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ്. ആർട്ടിഫിഷ്യൽ പോളിമേഴ്സിനെ നമ്മൾ എന്ത് പറയും? സിന്തറ്റിക് പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്. ആർട്ടിഫിഷ്യൽ പോളിമേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സിന്തറ്റിക് പോളിമേഴ്സ്. മനുഷ്യൻ നിർമ്മിക്കുന്ന പോളിമേഴ്സ് നമുക്കറിയാം. പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് മനുഷ്യൻ നിർമ്മിക്കുന്ന പോളിമറാണ്. റബ്ബർ, റബ്ബർ മീൻസ് ആർട്ടിഫിഷ്യൽ റബ്ബർ ആണ് കേട്ടോ. അതിനെ നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയും. റബ്ബറിനെ നമ്മൾ ഇലാസ്റ്റോമർ എന്ന് പറയാം. ആർട്ടിഫിഷ്യൽ റബ്ബർ എന്ത് റബ്ബറാണ്? ആർട്ടിഫിഷ്യൽ റബ്ബർ, കൃത്രിമ റബ്ബറുകൾ അല്ലെ. ആർട്ടിഫിഷ്യൽ റബ്ബർ. ദെൻ ഫൈബർ, ഫൈബർ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫൈബേഴ്സ് ഉണ്ട്, നാരുകളുണ്ട്. സോറി, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാരുകളുണ്ട്. പക്ഷെ ഫൈബർ എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കുന്ന പ്രകൃതിയിൽ നാച്ചുറൽ ഫൈബേഴ്സ് അല്ല, അത് ആർട്ടിഫിഷ്യൽ ആണ്. അതായത് മനുഷ്യനുണ്ടാക്കുന്ന ബലമുള്ള നാരുകൾ, നല്ല കുറച്ചുകൂടി നാച്ചുറൽ കിട്ടുന്ന ഫൈബറിനെക്കാട്ടും നല്ല സ്ട്രെങ്ത് ഉള്ളതാണ് എന്ത്? ആർട്ടിഫിഷ്യൽ ഫൈബർ കേട്ടോ. അപ്പൊ ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ് ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക്, പിന്നെ ഏതാണ്? ആർട്ടിഫിഷ്യൽ റബ്ബർ, പിന്നെ ഏതാണ്? ഫൈബർ, നല്ല ബലമുള്ള ഫൈബേഴ്സ് അല്ലെ. അപ്പം ഇതൊക്കെ എന്ത് പോളിമറാണ്? സിന്തറ്റിക് പോളിമർ, അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിക്കുന്ന പോളിമറുകളെയാണ് നമ്മൾ എന്ത് പറയാം? സിന്തറ്റിക് പോളിമർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് പ്ലാസ്റ്റിക്, ആർട്ടിഫിഷ്യൽ റബ്ബർ, ഫൈബർ. ഇതൊക്കെ എന്ത് പോളിമറാണ്? സിന്തറ്റിക് പോളിമർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ്. ഇനി മൂന്നാമത്തെ സെക്ഷനാണ്, മൂന്നാമത്താണ് പോളിമേഴ്സിൽ വരുന്നത്. അപ്പൊ നാച്ചുറൽ പറഞ്ഞു, സിന്തറ്റിക് പറഞ്ഞു, പിന്നെ വരുന്നതാണ് സെമി സിന്തറ്റിക് പോളിമർ. സെമി സിന്തറ്റിക് പോളിമർ, സെമി സിന്തറ്റിക് പോളിമർ. സെമി സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാച്ചുറലും കുറച്ച് ആർട്ടിഫിഷ്യലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം റബ്ബർ പാൽ, റബ്ബർ നാച്ചുറൽ പോളിമറാണ്. അപ്പോൾ റബ്ബർ പാലിനാണ് നമ്മൾ ലാറ്റക്സ് എന്ന് പറയാം. ഈ റബ്ബർ പാല് നാച്ചുറൽ നിന്ന് കിട്ടും, നാച്ചുറൽ പോളിമറാണ് റബ്ബർ. അതിലേക്ക് സൾഫർ ചേർക്കും. ഇപ്പോൾ സൾഫർ ആർട്ടിഫിഷ്യൽ അല്ലേ? മനുഷ്യൻ സൾഫർ ചേർക്കും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന റബ്ബറാണ് ഇത്? വൾക്കനൈസ്ഡ് റബ്ബർ. വൾക്കനൈസ്ഡ് റബ്ബർ, വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറഞ്ഞാൽ വൾക്കനൈസ്ഡ് റബ്ബർ, വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറഞ്ഞാൽ വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ പാല്, റബ്ബർ പാല് ലാറ്റക്സിൽ സൾഫർ ചേർത്ത് ചൂടാക്കി കിട്ടുന്ന റബ്ബറാണ് ഇത്? വൾക്കനൈസ്ഡ് റബ്ബർ അല്ലെ. ആ പ്രോസസ്സിനെ നമ്മൾ പറയും വൾക്കനൈസേഷൻ. അപ്പോൾ വൾക്കനൈസ്ഡ് റബ്ബർ കൊണ്ട് എന്താ ഗുണം? സാധാരണ റബ്ബറിനെക്കാട്ടും നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. അതാണ് വൾക്കനൈസ്ഡ് റബ്ബർ. ഇപ്പൊ നാച്ചുറൽ റബ്ബറിൽ സൾഫർ ചേർത്ത് ചൂടാക്കുന്നതാണ് എന്ത്? വൾക്കനൈസ്ഡ് റബ്ബർ. അപ്പൊ അതെന്ത് പോളിമറാണ്? സെമി സിന്തറ്റിക് പോളിമറാണ്. നാച്ചുറലിന് കിട്ടുന്ന റബ്ബർ പാലും മനുഷ്യൻ ചേർക്കുന്ന സൾഫർ എന്ന നോൺ മെറ്റലൂടി ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? വൾക്കനൈസ്ഡ് റബ്ബർ ഉണ്ടാക്കുന്നത്. അപ്പൊ വൾക്കനൈസ്ഡ് റബ്ബർ എന്ത് പോളിമറാണ്? സെമി സിന്തറ്റിക് പോളിമറാണ്.
അതുപോലെ തന്നെ റയോൺ. റയോൺ നമുക്കറിയാം, റയോണിന്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ? റയോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽക്കില്ലേ, നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന സിൽക്ക്, സിൽക്ക് വേം ഉണ്ടാക്കുന്ന സിൽക്കില് നമ്മൾ കെമിക്കൽ ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുക? റയോൺ. അപ്പൊ റയോൺ എന്താണ്? റയോൺ നമ്മൾ പറയാ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നാ പറയാം. റയോണിന് നമ്മൾ എന്താ പറയാ? ആർട്ടിഫിഷ്യൽ സിൽക്ക്. റയോണിന് നമ്മൾ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. ഇപ്പൊ സെമി സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണ്? ഒന്ന് വൾക്കനൈസ്ഡ് റബ്ബറും, രണ്ട് ഏതാണ്? റയോണും. വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ പാലിൽ സൾഫർ ചേർത്ത് ചൂടാക്കുന്നത്. ഇനി റയോൺ എങ്ങനെ ഉണ്ടാക്കുന്നത്? സിൽക്ക്, നാച്ചുറലിൽ കിട്ടുന്ന സിൽക്കില് കെമിക്കൽസ് ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? റയോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് പോളിമറാണ്? സെമി സിന്തറ്റിക് പോളിമറാണ്. അപ്പൊ പോളിമേഴ്സിനെ നമുക്ക് മൂന്നായി തരംതിരിക്കുക. ഏതൊക്കെയാണ്? നാച്ചുറൽ പോളിമർ, സിന്തറ്റിക് പോളിമർ, പിന്നെ ഏതാണ്? സെമി സിന്തറ്റിക് പോളിമർ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ എക്സാമ്പിള് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. നാച്ചുറൽ പോളിമർ, സിന്തറ്റിക് പോളിമർ, പിന്നെ ഏതാണ്? സെമി സിന്തറ്റിക് പോളിമർ. അപ്പം മോണോമേഴ്സ് കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? പോളിമർ ഉണ്ടാകുന്നത്. മോണോമേഴ്സ് കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? പോളിമർ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പോളിമേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്. ഏതാണ്? പ്ലാസ്റ്റിക്. നമ്മൾ ആദ്യം പഠിക്കുന്ന പോളിമർ ഏതാണ്? പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്ലാസ്റ്റിക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് രൂപമാറ്റം വരുത്താവുന്ന പോളിമറാണ്. എങ്ങനെ വേണമെങ്കിലും പ്ലാസ്റ്റിക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? രൂപമാറ്റം വരുത്താം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മോൾഡ് ചെയ്ത് രൂപമാറ്റം വരുത്താവുന്ന പോളിമറാണ് ഇത്? പ്ലാസ്റ്റിക് അല്ലെ? അപ്പൊ പ്ലാസ്റ്റിക്കിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പ്ലാസ്റ്റിക് എന്ന പോളിമറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് തെർമോപ്ലാസ്റ്റിക്, രണ്ട് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്.